ഇങ്ങനെ നീ സ്റ്റേജിൽ കയറിയാ ഒറ്റ നോട്ടത്തിന് ഏത് പെണ്ണും വീഴും. പോടാ, നിനക്ക് എന്ത് പറഞ്ഞാലും അവസാനം ഒരു പെണ്ണ്. ഈ കാശ് അമ്മയുടെ പേർക്ക് അയക്കണം. ഓക്കെ, എനിക്ക് പോകാൻ സമയമായി. നിക്ക്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സ്വരമായി ശ്രുതിയായി വിരിയും ഒരു പ്രേമഗാനമാണോ? നീ പവിഴത്തിരയിൽ ഒഴുകും ഒരു സ്വപ്നഹംസമാണോ? നീ സ്വരമായി ശ്രുതിയായി വിരിയും ഒരു പ്രേമഗാനമാണോ? നീ പവിഴത്തിരയിൽ ഒഴുകും ഒരു സ്വപ്നഹംസമാണോ? മാനോടൊത്തു വളർന്നു വരുന്നൊരു ആശ്രമകന്യകയാണു നീ. രാഗവിപഞ്ചിക മീട്ടി വരുന്നൊരു സ്നേഹസ്വരൂപിണി നീ. നീ ഈ നാട്ടിലെ പെൺപിള്ളേരുടെ ശാപം മുഴുവൻ പിടിച്ചു വാങ്ങും. ഒന്ന് പോടാ, എനിക്കൊരു ശാപവും കിട്ടത്തില്ല. ഓരോന്നിന്റെ കണക്ക് നോക്കി അക്കൗണ്ട് മുഴുവൻ ക്ലോസ് ചെയ്തിട്ടാ ഞാൻ അടുത്തയിലേക്ക് പോകുന്നത്. നിനക്ക് ഇപ്പോഴെടുത്തിയുള്ളതോ? അത് ക്ലോസ്. എങ്ങനെ ക്ലോസ്? അവിടെയാണ് ഈ ശംഭുവിന്റെ കഴിവ്. ഏതായാലും നീ ഇനി നല്ലൊരു പെണ്ണെ കണ്ടുപിടിച്ച് ഉടനെ കല്യാണം കഴിക്കും. ഞാൻ ധാരാളം പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ എന്നെ സ്നേഹിച്ച ഒരു പെണ്ണെ ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും എന്റെ പണത്തെയാണ് സ്നേഹിച്ചത്. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും വിലയ്ക്ക് വാങ്ങി. പക്ഷെ എന്റെ സ്വപ്നത്തിൽ മായാതെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവളെ ഇന്ന് വരെ ഞാൻ കണ്ടുമുട്ടിയിട്ടില്ല. ആകെ പോട്ട്, നീ എന്നെ കാര്യമായി സഹായിക്കണം. എന്തിന്? പുതിയൊരു പാർട്ടി കുടുങ്ങിയിട്ടുണ്ട്. ഇടാ, നീ അവളെ ഒന്ന് കാണാളിയാ. നീ കാരണം ഞാൻ മലയാളിയുടെയും കൈകൊണ്ട് അടികൊള്ളും. പിന്നെ ഒരു കാര്യം, എന്നെ ഇപ്പോൾ പലരും തിരിച്ചറിയും. അയ്യോ, ഒരു കുഴപ്പമില്ല. സിറ്റിക്ക് വെളിയിലാ ബസ് സ്റ്റോപ്പ്. നീ സാധാരണ വേഷത്തിൽ പോയി അവളുടെ അടുത്ത് നിന്ന് ഒന്ന് കമന്റ് അടിക്കണം. ഞാനിത് കണ്ട് അവിടെ ഒന്ന് നിന്നെ വരട്ടും, ചെറിയൊരു അടിയും തരും. അപ്പൊ നീ ഓടിക്കണം. ഇത്രയും ചെയ്താൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. അടിക്കുന്നതെല്ലാം കൊള്ളാം. എനിക്ക് വേദനിച്ചാൽ ഞാൻ നിന്നെ തിരിച്ചടിക്കും. അയ്യോ, ഞാനത് മയത്തിലല്ലേ കൈകാര്യം ചെയ്യൂ. അപ്പൊ ഏറ്റല്ലോ, കൈയോട്. നിൽക്കുന്ന പാർട്ടി നീ പോയി അവൾ തൽപ്പം അശ്ലീലോ കരിക്കും. സംഗതി മൂത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ വന്നേക്കാം. ചെല്ലേ. ഓക്കെ. സുന്ദരിയാണെങ്കിലും കാന്താരിയാണല്ലോ. വരുന്നോ? എനക്കല്ലേ അമ്മയും പെങ്ങന്മാരും. നാണം കിട്ടവൻ. സമയം ബസ്. എന്താ പ്രശ്നം? ഇവനൊക്കെ പിടിച്ച് പോലീസ് ഓടിക്കണം സാറ്. പാടില്ല. അല്പം ലൂസാണെന്ന് തോന്നുന്നു. നിനക്ക് വീട്ടിലാരും ഇല്ലടാ. രാവിലെ പാന്റ് ഷർട്ട് ഇട്ട് ഇറങ്ങിക്കോളും. റാസ്കൽ. എന്റെ കണ്ണടിച്ചത് പോരാ. നിന്നോടാ പറഞ്ഞേ, തല്ലുകൊള്ളുണ്ടെങ്കിൽ ഓടാ. സിസ്റ്റർക്ക് ഒന്നും പറ്റിയില്ലല്ലോ. പോട്ടെ. അയ്യോ അയ്യോ അയ്യോ, ഐ എം സോറി. ഞാനപ്പോ അവിടെ വന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നിന്നെ അവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയാനെ. ഏതായാലും നിനക്ക് സമാധാനമായല്ലോ. മേലിൽ ഈ പണിക്ക് എന്നെ കിട്ടൂല. നീ വളയ്ക്കോ തിരിക്കോ ഓടിക്കോ ചെയ്തോ. അവന്റെ ഒടുക്കത്തെ ഒരു ഐഡിയ. കൊക്കിന് വെച്ച് ചക്കിന് കൊണ്ടുപോലായിപ്പോയി. നിന്നെ തല്ലാൻ പിടിച്ച ആ ഡ്രൈവറും ആ പെണ്ണും തന്നു ഇപ്പൊ പ്രേമമായി കാണും. ഏതായാലും എനിക്ക് തല്ലുകൊണ്ടത് മിച്ചം. അവളല്ലെങ്കിൽ അവളുടെ തള്ള. എന്തായാലും നടന്നത് നടന്നു. നീ ഇങ്ങനെ ഇവിടെ കിടന്നാലേ നിന്റെ പ്രോഗ്രാം ക്യാൻസൽ ആയി പോകും. എന്നിട്ട് വേഗം പോവാൻ നോക്ക്.
നീയാണോടാ പുതിയ പാട്ടുകാരൻ? അതേടാ, വണ്ടി എടുക്കടാ. എന്ത് പറ്റി? ഞാൻ ഡോക്ടറെ വിളിക്കാം. ഹലോ, ഡോക്ടർ ഷേണാന്റെ അവിടെ അല്ലേ? ഹലോ ഹലോ. പ്രേം, നിന്റെ പെട്ടെന്നുള്ള വളർച്ചയിൽ ജയദേവനും കൂട്ടുകാർക്കും വൈരാഗ്യമുണ്ട്. ഈ കണക്ക് ഞാൻ തീർത്തോളാം. പ്രേം മുകളിലുണ്ട്. ഹലോ, ഇപ്പോഴെങ്ങനെയുണ്ട്? വളരെ സുഖമുണ്ട്. ഈശ്വരൻ അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചത് ഈശ്വരനല്ല. താങ്ക്സ് ഫോർ എവരിത്തിങ്. അന്ന് ശോഭയില്ലായിരുന്നെങ്കിൽ. പൂക്കൾ ഇഷ്ടമാണോ? വളരെ. ഇതിവിടെ ഇരിക്കട്ടെ, ഞാൻ പോട്ടെ. സുഖപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. വിത്ത് ലവ്, ശോഭ. ആരാടാ എന്റെ പ്രേമിനെ തല്ലിയത്? ഓഹോ, പകരം ചോദിക്കാൻ വന്നതായിരിക്കും. ഇവിടെ കിടന്ന് ചാവണ്ടെങ്കിൽ വേഗം സ്ഥലം വിട്ടോ.
ഇനി നിന്നെ തല്ലിയ നീ ചത്തുപോകും.